ഓക്കെ, ചൈനയിൽ ഒരു ഗ്രീൻ എക്സ്പോയിലാട്ടോ നമ്മൾ നിൽക്കുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് നോക്കാനുള്ളത് ലിഥിയം ബാറ്ററി നമ്മൾ അസംബിൾ ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അത്തരത്തിലെ ഷോർട്ടിംഗ് മെഷീൻ ഉണ്ട്, വെൽഡിംഗ് മെഷീൻ ഉണ്ട്, ഒരുപാടുണ്ട്. അത്തരത്തിലുള്ള ഒരു സ്റ്റാളിലിട്ടോ നമ്മൾ നിൽക്കുന്നത്. ഇതിൻ്റെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമ്മൾ സാധാരണ പെറുക്കി കൂട്ടിയിട്ട് അങ്ങോട്ട് പലതും ചെയ്യണില്ലേ, ആ ലിഥിയം ബാറ്ററിയുടെ ലൈഫ് കാര്യങ്ങളൊക്കെ നിർണ്ണയിക്കുന്നുണ്ട് ഷാഫി. ഓക്കെ, ഇത് ഈ ഇവിടുത്തെ സ്റ്റാളത്തെ പോലെ ആയിട്ടോ ഇപ്പോൾ. ഓക്കെ, ഏതായാലും നമുക്ക് ഓരോ ഭാഗങ്ങളൊന്ന് പരിചയപ്പെടുത്തി. നമ്മള് പ്രിസ്മാറ്റിക് സെൽസിനെ സോർട്ട് ചെയ്യാന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. ചില പല പല സെല്ലുകളും പല പല ഗ്രേഡിലാണ് വരിക. അതെ, അപ്പൊ അതിന് നമ്മൾ ഇന്റേണൽ റെസിസ്റ്റൻസും അതിന്റെ ആംബിയറും വോൾട്ടേജ് ഒക്കെ സോർട്ട് ചെയ്യുന്ന മെഷീനാണ്. അത് ചെയ്താല് കറക്റ്റ് ആ വോൾട്ടിന് കറക്റ്റ് ഇത് ചെയ്യും. ഇതെങ്ങനെ വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഇവിടെ നമ്മൾ ഈ പെഡലുണ്ടല്ലോ, ഹാൻഡ് പെഡൽ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ വന്ന് സോർട്ട് ആവും. സോർട്ട് ആവുന്നെങ്കിൽ ഇതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസും അതിന്റെ ആംബിയർ ഒക്കെ ഇതിൽ കറക്റ്റ് ആവും. ഇനി അതിന്റെ ശേഷം ഇത് എടുത്തിട്ട് ഈ ഒരു സാധനം അത് പൊട്ടിക്കും. അപ്പൊ ഇതിന് ഡാറ്റ കിട്ടി. ഇത് മാനുവൽ മെഷീൻ ആണ്, ഇതിന്റെ ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. അതെ അതെ, നമുക്ക് പ്രൈസ് കുറഞ്ഞ സ്റ്റാർട്ടിങ്ങിലേക്ക് ചിലപ്പോഴത്തേക്ക് നടക്കുള്ളൂ. പക്ഷെ ഇതും എക്സ്പെൻസീവ് ആണ്, അത് വേറെ വശം. അതേപോലെ തന്നെ ഇത് പ്രസ്സിംഗ് മെഷീൻ ആണ്. എന്താ വെച്ചാല് കറക്റ്റ് ആയിട്ട് കംപ്രസ് ചെയ്താൽ മാത്രമേ ഈ പിന്നെ നമ്മള് ഉദാഹരണം പറഞ്ഞുതരാം. നമ്മൾ ബാറ്ററി പാക്കുകൾ ഇങ്ങനെ വെച്ച് ഇതിന് ടൈറ്റ് ചെയ്തിട്ട് കാരണം ഇത് എപ്പോഴും ബൾജാവാൻ ചാൻസ് ഉള്ളതാണ് ബാറ്ററീസ്. അത് ഞാൻ കണ്ടിട്ടുണ്ട്. 11 വർഷം നമ്മൾ അവിടെ ഉപയോഗിച്ചൊരു ബാറ്ററി ഒന്ന് ബൾജായി. അതിന്റെ കാരണം ഇതൊക്കെ തന്നെ ആയിരിക്കും. അതെ അതെ, തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ ബൾജാവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതിനകത്ത് ബാറ്ററി വെച്ചിട്ട് എന്ത് ചെയ്യും, ഇത് പ്രസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് ഇവിടെ ഈ പറഞ്ഞിട്ടുള്ള സംഭവം നമുക്ക് സാധാരണ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. ബാറ്ററി എന്ന് പറഞ്ഞത് ഇങ്ങനെ ഇപ്പൊ നിങ്ങൾ നാട്ടിൽ കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെ നീഡിലുള്ള മോഡലേക്കാരം ബാറ്ററി ഒന്നുണ്ടാവുക. ഇത് ഓപ്പൺ ആയിട്ടായിരിക്കും. ഇത് ശരിക്കും റിയലി ഈ ബാറ്ററി ഇങ്ങനെയാണ് വരിക. ഇതിൽ നമ്മൾ ഈ സ്ക്രൂ നമ്മളിതില് വെൽഡ് ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ ഒരു പോർഷൻ ആണ് ഈ കാണുന്നത്. അതിൽ നെറ്റ് ആൻഡ് ബോൾട്ട് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അത് എക്സ്പെൻസീവ് ആണ്. അങ്ങനെ ഇങ്ങനെ ചെയ്യുമ്പോൾ $2 നമുക്ക് എക്സ്പെൻസ് വരും അപ്രോക്സിമേറ്റ്ലി. ഏറ്റവും സേഫസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് വെൽഡിംഗ് ആണ്. കാരണം അതാവുമ്പോൾ ഹീറ്റ് ഇല്ല. മറ്റേന്ന് വെച്ചാൽ ഷോർട്ട് ടൈറ്റ് ആക്കിയാലും ചെറിയ ചെറിയ ഹീറ്റ് ആവാൻ ചാൻസ്. ഇത് അതിന്റെ സെക്കൻഡ് വേർഷൻ ഓരോ ഭാഗങ്ങളാണ്. പിന്നെ അടുത്തത് സിലിണ്ടറിക്കലിന്റെ വെൽഡിംഗ് ചെയ്യുന്ന ഒരു മെഷീനാണ്. കൂടുതൽ നമ്മൾ ഈ വണ്ടികൾക്കൊക്കെ കാര്യങ്ങൾക്കൊക്കെയാണ് സിലിണ്ടറിക്കൽ യൂസ് ചെയ്യാം. പിന്നെ ചെറിയ ഇങ്ങനത്തെ പാക്കുകളാണ്. ഈ പാക്കുകൾ വെൽഡ് ചെയ്യാനും അത് ചെക്ക് ചെയ്യാനുള്ള ഇത് സെപ്പറേറ്റ് വെൽഡിംഗ് ആണ്. ഒരുമിച്ച് വെൽഡ് ചെയ്യുന്ന സംഭവങ്ങൾ വരുന്നില്ലേ? ഉണ്ട് തീർച്ചയായിട്ടും. ഇനി അപ്പുറത്ത് നമുക്ക് ഇവിടെ വരികയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വരും. ഓക്കെ, പിന്നെ നമ്മുടെ ചൈനക്കാരനെ നല്ലോണം മനസ്സിലാവുണ്ടാവും അല്ലേ? ക്യാമറ എടുക്കുന്ന ആള് മൂപ്പരാണ്, നല്ലോണം മനസ്സിലാവുണ്ടാവും. ഓക്കെ, ജസ്റ്റ് പിന്നെ ഇതാണ് നമ്മുടെ സോർട്ടിംഗ് മെഷീൻ്റെ വേറൊരു മോഡൽ. നമ്മൾ പ്രിസ്മാറ്റിക്കും ഇതുപോലെ സോർട്ടിംഗ് മെഷീൻ വരുന്നുണ്ട്. ഇത് ഓട്ടോമാറ്റിക് സോർട്ടിംഗ് മെഷീനാണ്. ഇവിടെ നമ്മൾ ബാറ്ററീസ് ലോഡ് ചെയ്യാം. നമ്മളെ മില്ലിലൊക്കെ പൊടിക്കാൻ വേണ്ടി അരി കൊണ്ടിട്ടുള്ള മാതിരി ഇവിടെ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചെക്ക് ചെയ്തിട്ട് ഇവിടെ വന്ന് ഓരോ റോലും വന്ന് ചാടും. അതില് ഓരോ വോൾട്ടുകൾ ഡിഫറെന്റ് ഉണ്ടെങ്കിൽ അത് ഓരോ ട്രേയിൽ വന്ന് മാറും. ഇതിലൊന്നും ക്വാളിറ്റി ഇല്ലാത്ത സെല്ലുകൾ ഇവിടെ ലാസ്റ്റിൽ ഇവിടെ. അപ്പോൾ ഈ രീതിയിലുള്ള ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലുള്ളൂ ശരിക്കും ലിഥിയം ബാറ്ററി അസംബ്ലിങ്ങും കാര്യങ്ങളൊക്കെ പ്രോപ്പർ കിട്ടോ. അല്ലെങ്കിൽ എന്തായാലും നമ്മൾ വിചാരിച്ച 5 വർഷം വാറണ്ടി ഒന്നിന് കൊടുക്കാൻ പറ്റും. അതെ, ഇനി അതുകൂടി ഒന്ന് കാണിച്ചു കൊടുക്കാം. നമ്മളിപ്പോ ഇതുകൂടി ഒന്ന് പറഞ്ഞു കൊടുക്കാം. ഇത് നമ്മൾ ഡബിൾ സൈഡ് നമ്മൾ ഈ സെല്ലുണ്ടല്ലോ, ഈ സെല്ല് നമ്മൾ പ്രിസ്മാറ്റിക് സെല്ല് സിംഗിൾ സൈഡ് ആണ് സോർട്ടിങ് വരിക. അതെ, ഇത് ഡബിൾ സൈഡ് സോർട്ടിങ് എന്താ വെച്ചാൽ ഈ സെല്ലുകൾ സോർട്ട് ചെയ്യാൻ ഇങ്ങനെയാണ്. അതെ, കണ്ടോ, നെഗറ്റീവും പോസിറ്റീവും. മറ്റത് ഇങ്ങനെ വരുമ്പോ സെപ്പറേറ്റ് മോഡൽ. അത് പ്രിസ്മാറ്റിക്കും സിലിണ്ടറിക്കലും. ഇത് ഡബിൾ സൈഡ് ഷോർട്ടിങ് അല്ലേ? ഇതിൽ മൾട്ടിപ്പിൾ ഷോർട്ട് ചെയ്യുന്ന സാധനങ്ങളൊക്കെ വരുന്നില്ലേ? മൾട്ടിപ്പിൾ സോർട്ടിംഗ് ഉണ്ട്, ഓട്ടോമാറ്റിക് സോർട്ടിംഗ് ഉണ്ട്. അത് ഓട്ടോമാറ്റിക് ആണ്, ഇത് മാനുവൽ ആണ്. ഇത് നേരത്തെ കണ്ടതിന്റെ മാനുവൽ ട്യൂബാണിത്. ഏതായാലും ഇതുപോലത്തെ നല്ല വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ കിട്ടോ. ഏതായാലും ഇതൊക്കെ എന്താ വെച്ചാൽ നമ്മളവിടെ ഇത്തരത്തിലുള്ള സാധനങ്ങൾക്കൊക്കെ നമുക്ക് ഇതിന്റെ മെഷീന് കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു. തീർച്ചയായിട്ടും കേരളത്തിൽ അധികം ഒന്നും ഈ സാധനം കണ്ടിട്ടില്ല. ഒരുപാട് ഫാക്ടറിയിൽ ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ അവിടെ ആരും തന്നെ ഇത്ര മെഷീൻസ് ഇത് സിമ്പിളാണ്. ഇനി ഒരുപാട് ഏരിയ അങ്ങോട്ട് കിടക്കുകയാണ്. പിന്നെ ഏതായാലും നമ്മുടെ ചൈനക്കാരനാണ് നമ്മളെ ക്യാമറ എടുക്കുന്നത്. ഏതായാലും സപ്പോർട്ടിംഗ് ഉണ്ടല്ലോ. Thank you so much for your support. Okay, thank you very much. Okay, sir.